ബോക്സ് ഓഫീസിലെ 36ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട ഡിക്യുവിന്റെ ലക്കി ഭാസ്കർ തന്റെ തനി സ്വരൂപം വീണ്ടും ബോക്സ് ഓഫീസിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 ദിവസങ്ങൾക്ക് മുന്നേ OTTയിൽ റിലീസായ മൂവിയാണ് ഡിക്യു ചിത്രം. അതോടൊപ്പം തന്നെ പുഷ്പ 2 പോലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ മൂവി തിയേറ്ററിൽ എത്തിയിട്ടും ലക്കി ഭാസ്കർ എന്ന ചിത്രം ഇന്ന് ഹൗസ്ഫുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. വർക്കിംഗ് ഡേ ആയ ഇന്ന് ചെന്നൈയിലെ 4 മണിക്കുള്ള ഷോയുടെ ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 25ഓളം ടിക്കറ്റ്സുകൾ മാത്രമേ ഇനി ബുക്കിംഗിലൂടെ പോവാൻ ബാക്കി എല്ലാ ടിക്കറ്റ്സും ബുക്കിംഗിലൂടെ തന്നെ സോൾഡ് ഔട്ട് ആയി. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 3:30 സമയമാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, 8 ദിവസങ്ങൾക്ക് മുന്നേ OTTയിൽ റിലീസായി ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വലിയ രീതിയിൽ ആൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒരു സിനിമ OTTയിൽ റിലീസായാൽ പിന്നെ തിയേറ്ററിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്ന്. അവരോട് പറയാനുള്ളത്, തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ തിയേറ്ററിൽ പ്രേക്ഷകർ എത്തുക തന്നെ ചെയ്യും. അത് ഇനി OTTയിൽ റിലീസ് ആയാലും വേണ്ടില്ല. എന്നാൽ ഒരു ക്ലാസ് മൂവിയാണ് ലക്കി ഭാസ്കർ. അത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് നൽകുന്ന സിനിമയൊന്നുമല്ല. എന്നാൽ ചില ആൾക്കാരുണ്ട് ബിഗ് സ്ക്രീനിൽ മാത്രമേ സിനിമ കാണൂ. അത്തരത്തിലുള്ള മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മികച്ച അഭിപ്രായം നേടിയ ലക്കി ഭാസ്കർ കാണാൻ ഇപ്പോഴും പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്നു. ഇനിയും ഒരു 2 ആഴ്ചയോളം സിനിമ തിയേറ്ററിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ ഒരു മികച്ച കളക്ഷനിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഡബ്ബിംഗ് പതിപ്പായ തമിഴ്നാട്ടിലാണ് ഇത്തരത്തിലുള്ള വലിയ നേട്ടം 36ാമത്തെ ദിവസവും കൈവരിക്കാൻ ലക്കി ഭാസ്കറിന് സാധിച്ചത്.